ഞാൻ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരായ ചെറുപ്പക്കാരോട് ചോദിക്കട്ടെ, രാത്രിയുടെ ഇരുണ്ട യാമങ്ങളിൽ എവിടെയെങ്കിലും ഇരുന്ന് ഖവാത്ത് പഠിച്ചാൽ മാത്രമേ ഈ സമുദായം രക്ഷപ്പെടൂ എന്ന് ചിന്തിക്കുന്ന ഏതെങ്കിലും ചെറുപ്പക്കാരന്റെ വാക്ക് കേൾക്കുന്നുവെങ്കിൽ പറയട്ടെ, രാത്രിയുടെ യാമങ്ങളിൽ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് കൈയുയർത്തിയിട്ട് അള്ളാഹുവെ എനിക്ക് പൊറുത്തു തരണേ എന്ന് പ്രാർത്ഥിക്കുകയും തഹജ്ജുദിന്റെ സുജൂദുകളിൽ കിടന്ന് കരയുകയും ചെയ്ത കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ, സമുദായത്തെ പ്രതിരോധിക്കാൻ വേണ്ടി ഒരു പിച്ചാങ്കത്തി പോലും കൊണ്ടു നടക്കാത്ത കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ, ആ അഹമ്മദ് മുസ്ലിയാരുടെ മുമ്പിൽ ഇങ്ങനെയൊക്കെ ചിന്തിക്കുകയും ലാൽകൃഷ്ണ അദ്വാനി പോലും പലപ്പോഴും വന്ന് സന്ദർശിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥാപനത്തിന്റെ അതിന്റെ പ്രധാനപ്പെട്ട മേലധികാരിയായ മനുഷ്യൻ, ഞങ്ങൾക്ക് ആ മനുഷ്യനെ ബഹുമാനമാണെന്ന് പറയാൻ കഴിയുന്ന വിധത്തിലേക്ക് എത്തിക്കുന്നത് അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിൽ മുഹമ്മദ് മുസ്തഫയെ സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ള സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരം ഒരു ജീവിതം കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുത്ത ഒരു മഹാജീവിതത്തെ കണ്ടപ്പോഴാണ് അങ്ങനെ പറയേണ്ടി വന്നത്. അനീസ് ഉസ്താദിനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധി ആകെ 5 മിനിറ്റ് കൊടുത്തു ചർച്ചയ്ക്ക് വേണ്ടി. ചർച്ച കഴിഞ്ഞു, 20 മിനിറ്റായി. അവസാനം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ എഴുന്നേറ്റു, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും എഴുന്നേറ്റു. ബാഫഖി തങ്ങൾ കാറിനടുക്കിലേക്ക് ചെല്ലുമ്പോൾ ഡോറ് തുറന്നു. പ്രധാനമന്ത്രി 53 ഇഞ്ചിന്റെ അളവ് നെഞ്ചളവുണ്ടെന്ന വ്യാഖ്യാനത്തിൽ മാത്രം പ്രധാനമന്ത്രിയായതല്ല, കുടുംബ മഹിമയും അതോടൊപ്പം തന്നെ കുലഗോത്ര മഹിമയും ഒക്കെ ഉള്ളതോടൊപ്പം ഞാൻ തരാം, എന്റെ ഈ കറൻസി മതി, ഇന്ത്യ നിങ്ങൾ എനിക്ക് വിലക്കു തരുമോ എന്ന് ചോദിച്ച സാക്ഷാൽ മോത്തിലാൽ നെഹ്റുവിന്റെ മകന്റെ മകൾ, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ മകൾ ഇന്ദിര എന്ന് പറയുന്ന ഒരു കാലത്ത് ഇന്ത്യക്ക് സമാനമായി പറയപ്പെട്ട നാമധേയമായ ഇന്ദിര. ആ ഇന്ദിര പ്രോട്ടോകോൾ തെറ്റിച്ചിട്ട് കാറിന്റെ ഡോർ തുറന്നു കൊടുത്തപ്പോ പ്രോട്ടോകോൾ ഉദ്യോഗസ്ഥന്മാർ ചോദിച്ചു, നിങ്ങൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്, നിങ്ങൾ ഇന്ത്യയെ കേവലം ഒരു പൗരന്റെ മുമ്പിലാണ് ഈ വലിയ മര്യാദ കാണിക്കുന്നത്. പക്ഷെ ഇന്ദിരാഗാന്ധി പറഞ്ഞു, അത് ബാഫഖി തങ്ങളാണ്, അത് ബാഫഖി തങ്ങളാണ്. സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി നബ്ബറല്ലാഹു മഖദ. എന്തേതൊരു കാരണം, അള്ളാഹുവിനെ പേടിച്ചു ജീവിച്ച മഹാരഥന്മാരായ മുൻഗാമികളുടെ ജീവിതങ്ങളിലൂടെ പഠിച്ചു വന്ന സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ തന്നെയാണ് കേരള മുസ്ലിം സമൂഹത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിപ്ലവകരമായ മാറ്റത്തിന് തിരികൊടുത്തിയത്. മഹാനായ കരീം മുസ്ലിയാരുടെ നാട്ടിൽ നിന്ന് ഞാൻ പറയട്ടെ, സമസ്തക്കൊരു മദ്രസ വേണമെന്ന് പറയാൻ, മുസ്ലിം ഉമ്മത്തിനൊരു മദ്രസ വേണമെന്ന് പറയാൻ ബാഫഖി തങ്ങൾ എഴുന്നേറ്റുമെന്നത് 1945 സമസ്തയുടെ സമ്മേളനത്തിലാണ്. ആ സമ്മേളനത്തിൽ മഹാരഥന്മാരായ പണ്ഡിതന്മാരുടെ ആ മഹാസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുമ്പോ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ പറഞ്ഞു, 1945 1947 ഇന്ത്യ മഹാരാജ്യം സ്വതന്ത്രമാകുന്നതിന് 2 വർഷം മുമ്പ് ബാഫഖി തങ്ങൾ ഇങ്ങനെ പറഞ്ഞു, ഒരു പ്രവചനം പോലെ രാജ്യം സ്വതന്ത്രമാകാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. രാജ്യത്തൊരു മതേതര ഗവൺമെന്റ് അധികാരത്തിൽ വരും. ആ ഗവൺമെന്റിന് മദ്രസകൾ പോലെ മതവിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള സ്ഥാപനങ്ങൾ നിങ്ങൾക്ക് തരാൻ സാധ്യമല്ലാതെ വരും. അതുകൊണ്ട് നിങ്ങൾ മദ്രസ സ്ഥാപിക്കണമെന്ന് പറഞ്ഞു സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ. ബാഫഖി തങ്ങളുടെ വാക്കിന് എവിടെത്തി? 10,000-കണക്കിന് മദ്രസ സമസ്ത കേരള ജമീയത്തുലമ നടത്തുന്നു. ഞാൻ കഴിഞ്ഞ 2015 അവസാനത്തിൽ അമേരിക്കയിൽ പോയി. അമേരിക്കയിൽ അന്നത്തെ അമേരിക്കയുടെ പ്രസിഡന്റ് ബറാക് ഒബാമയാണ്. ഇന്നത്തെ അമേരിക്കയുടെ പ്രസിഡന്റ് ഇങ്ങനെ തന്നെ പോവുകയാണെങ്കിൽ മിക്കവാറും ഇനി ആരും അമേരിക്ക പോവില്ല. അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് പറയാം, ഏതാണ്ട് മിക്കവാറും എന്റെ ആദ്യത്തെ അവസാനത്തെ അമേരിക്ക യാത്രയായിരിക്കും. അങ്ങനെ അമേരിക്കയിൽ ബറാക് ഒബാമയുടെ തന്നെ ഇന്റർഫെയ്ത്ത് ഡയലോഗ്, പ്രസിഡന്റ്സ് ഇന്റർഫെയ്ത്ത് ഡയലോഗ് എന്നാണ് ആ പരിപാടിയുടെ പേര്. അമേരിക്കയുടെ പ്രസിഡന്റിന്റെ വസതിയാകുന്ന എല്ലാ അമേരിക്കൻ പ്രസിഡന്റുമാരുടെയും വസതിയായ, അവരുടെ ഔദ്യോഗിക വസതിയായ വൈറ്റ് ഹൌസിലെ ഒരു ഹാളിലാണ് പരിപാടി. സ്വാഭാവികമായും ചെറിയ അങ്ങനെ വലിയ സമ്മേളനമല്ല, പക്ഷെ 300 പ്രതിനിധികളുണ്ട്. അതൊക്കെ മിഡിൽ ഈസ്റ്റിലെ പ്രമുഖരായ വിദ്യാഭ്യാസ വിചക്ഷണന്മാരും അമേരിക്കയുടെ തന്നെ യൂണിവേഴ്സിറ്റിയുടെ പ്രസിഡന്റുമാരുമാണ്. അമേരിക്കൻ യൂണിവേഴ്സിറ്റികൾ വൈസ് ചാൻസലർമാരല്ല, പ്രസിഡന്റുമാരാണ്. അങ്ങനത്തെ പ്രസിഡന്റുമാരും എല്ലാം കൂടുന്ന സദസ്സാണ്. സ്വാഭാവികമായും ഞാൻ എന്നെ പരിചയപ്പെടുത്തിയപ്പോ ഞാൻ പറഞ്ഞു, ഞാൻ വരുന്നത് കേരളത്തിൽ നിന്നാണ്. എന്റെ നാട്ടിൽ ഞാൻ എന്നൊരു സംഘടനയുടെ പ്രതിനിധിയാണ്. ആ സംഘടനയുടെ മദർ ഓർഗനൈസേഷൻ 10,000 മദ്രസ നടത്തുന്നു പറഞ്ഞു.
അപ്പോ അവിടെ നിന്നൊരു മധ്യേഷ്യൻ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ഒരു അറബ് ചെറുപ്പക്കാരനെ എന്നിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് തെറ്റിയോ? 10,000 എന്ന് പറഞ്ഞതെങ്ങാനും 1000 ഉദ്ദേശിച്ചത്? നമ്മൾ അല്പം തപ്പൂലോ ഇംഗ്ലീഷിൽ. സ്വാഭാവികമായും ആ ചോദ്യം അതുകൊണ്ടായിരിക്കാം. അങ്ങനെ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, അല്ല, 10,000 തന്നെ, ഡെഫിനിറ്റ്ലി 10,000 തന്നെയാണ്. സംശയം 10,000 പറയുമ്പോ അപ്പോഴേക്കും അമേരിക്കൻ ഗവൺമെന്റ് നമ്മളൊക്കെ കൃത്യമായിട്ട് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അതായത് നമ്മളൊക്കെ വെബ്സൈറ്റ് അവിടെ ഉണ്ട്. ആ വെബ്സൈറ്റിൽ ഓരോ വെബ്സൈറ്റും ഇങ്ങനെ തുറന്നു കാണിച്ചു, സമസ്തയുടെ പ്രവർത്തനങ്ങളുടെ വെബ്സൈറ്റ്. അത് കണ്ടപ്പോ അതിനെ ഓരോന്നിങ്ങനെ വായിക്കാനൊന്നും മെനക്കെട്ടുണ്ടാവണമെന്നില്ല. പക്ഷെ ആ കുറച്ചൊക്കെ കണ്ടപ്പോ ഇവരൊക്കെ പറഞ്ഞു, വൗ ഇറ്റ് ഈസ് അമേസിംഗ്, വല്ലാത്തൊരു അത്ഭുതമാണ് സംസ്ഥ, അത്ഭുതമാണ് മതവിദ്യാഭ്യാസ പ്രവർത്തനം. നോക്കൂ നിങ്ങൾ, കേരളത്തിന്റെ എല്ലാ മിഷണറി സംവിധാനങ്ങളും കൂടെ ഉണ്ടായിട്ടും ഒരു വിദ്യാഭ്യാസ മന്ത്രി വെള്ളം കുടിക്കുമ്പോ സമസ്തയുടെ വിദ്യാഭ്യാസ മന്ത്രി ഒരിക്കലും വെള്ളം കുടിച്ചിട്ടില്ല അല്ലേ? ഒരൊറ്റ പരീക്ഷയുടെയും കാര്യത്തിൽ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രവർത്തനങ്ങളെ ആ അർത്ഥത്തിൽ സംശയത്തോടെ നിരീക്ഷിക്കേണ്ടി വന്നിട്ടില്ല. 10,000 മദ്രസകൾ ഇന്ത്യയിൽ മാത്രമല്ല, ഗൾഫ് നാടുകളിൽ മലയാളി തൊട്ടിട്ടുള്ള ഏത് സ്ഥലത്തും സമസ്തയ്ക്ക് മദ്രസയുണ്ട്, സമസ്തയുടെ സിലബസ് ഉണ്ട്, വളരെ വ്യവസ്ഥാപിതമായി സമസ്തയുടെ മദ്രസ സംവിധാനം പോകുന്നുണ്ട്. അവിടെയുള്ള ഓരോ വിദ്യാർത്ഥിയും അവൻ എഴുതുന്ന പരീക്ഷകളുടെ കാര്യത്തിൽ സംശയിക്കേണ്ടി വരുന്നില്ല. ഏതെങ്കിലും ട്യൂഷൻ സെന്ററിന്റെ കോപ്പി എടുത്ത ചോദ്യപേപ്പറാണ് എന്റെ മുമ്പിലുള്ളതെന്ന് പറയേണ്ടി വരാത്ത വിധം സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് നിരാക്ഷേപ പ്രവർത്തനത്തിന്റെ ഈ പതിറ്റാണ്ടുകൾ തികച്ചു കഴിഞ്ഞു. വൗ, ഇറ്റ് ഈസ് അമേസിംഗ്. ഇതൊരു വല്ലാത്ത അത്ഭുതമാകുന്നുവെന്ന് അവിടെ കൂടിയ ആ പ്രഗത്ഭരായ ചെറുപ്പക്കാർക്ക് പറയേണ്ടി വരുമ്പോ ആ മഹാത്ഭുതം കാണിച്ചു തന്നത് മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളുടെ വർത്തമാനമാണ്. കേരളത്തിന്റെ നഗരപ്രാന്തങ്ങളിലൂടെയും കേരളത്തിന്റെ ഗ്രാമചത്വരങ്ങളിലൂടെയും നടന്നു തന്ന സമസ്തയുടെ പണ്ഡിതന്മാർ കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന് പറഞ്ഞു കൊടുത്തു, നമുക്ക് മദ്രസ വേണം, അതിനൊരു സിലബസ് വേണം, അതൊരു ഏകീകൃതമായ സിലബസ് ആകണം, ആ സെൻട്രലൈസ്ഡ് സിലബസിൽ നമുക്ക് പഠിക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ ചേർക്കാൻ കഴിയണമെന്ന് പറയുമ്പോ 57 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് 51 സമസ്തയുടെ വിദ്യാഭ്യാസ ബോർഡ് വരുമ്പോ 57 മാത്രമാണ് കേരളത്തിനൊരു ഏകീകൃത വിദ്യാഭ്യാസ കരിക്കുലം രൂപീകരിക്കപ്പെടാൻ ആ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാകുന്ന, അതായത് EM ശങ്കരൻ നമ്പൂതിരിപ്പാട് മന്ത്രിസഭ ഉണ്ടാകുന്നത് അല്ലേ? കേരളം ഏകീകൃത കേരളത്തിന്റെ ആദ്യത്തെ വിദ്യാഭ്യാസവും പിന്നെ മന്ത്രിസഭ വരുന്നത് അവിടെയാണ്. 51 സമസ്തക്ക് വിദ്യാഭ്യാസ ബോർഡുണ്ട്. കേരളത്തിലെ മൊത്തം സമുദായത്തെയും ഒരുമിച്ച് നിർത്താൻ സാധ്യമാകുന്ന ഒരു സെൻട്രലൈസ്ഡ് സിലബസ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അന്നുണ്ടാക്കി. പരിഷ്കരിക്കാനും ആവശ്യമാകുന്ന വിധം മുഫത്തിഷുമാരെന്ന് പറയുന്ന ഇൻസ്പെക്ടർമാരെ വെച്ച് ഇൻസ്പെക്ട് ചെയ്യാനും അതിനാവശ്യമാകുന്ന വിധം കോച്ചിങ് കൊടുക്കാനുമുള്ള വിശാലമായ സംവിധാനങ്ങളോടുകൂടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിലനിൽക്കുന്നു. എന്തുകൊണ്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ നാട്ടിലെ എല്ലാ ജനവിഭാഗത്തിന്റെയും ആശീർവാദവും അംഗീകാരവും നേടിയ പ്രസ്ഥാനമാണ്. സമസ്തക്കാർക്ക് പേടിക്കേണ്ടി വരില്ല. നോക്കൂ നിങ്ങൾ, എന്താ കാര്യം? ഈ തീവ്രവാദികൾ ഇങ്ങനെ പറയാൻ പ്രധാനപ്പെട്ട കാരണം എന്താണ്? പലപ്പോഴും അവർ ഗുരുക്കന്മാരിൽ നിന്ന് പഠിച്ചവരല്ലാത്തതുകൊണ്ടാണ്. ഗുരുവിൽ നിന്ന് പഠിക്കണം, ദീൻ പഠിക്കണം. എവിടെ നിന്ന് പഠിക്കണം? ഗുരുവിൽ നിന്ന് പഠിക്കണം. ഉസ്താദ് വേണം. ഉസ്താദില്ലാത്ത ഏത് വിദ്യാഭ്യാസം അപകടമാണ്. 2 വിദ്യാഭ്യാസം അപകടമാണ്. ഒരൊറ്റ വിദ്യാഭ്യാസം മാത്രമേ രക്ഷപ്പെടൂ. അതായത് ഒന്ന് ഉസ്താദിന് പഠിച്ചു, പക്ഷെ ഉസ്താദിനെ മനസ്സിട്ടില്ല. മറ്റൊന്ന് ഉസ്താദ് ഇല്ലാതെ പഠിച്ചു, അത് അപകടമാണ്. ആകെ ഉസ്താദിനെ പഠിച്ചു, ജീവിച്ചു, ജീവിതം അങ്ങനെയാക്കി, അത് മാത്രമേ ശരിയാവൂ. എന്താ ഞാൻ എങ്ങനെ പറയാൻ? ഉസ്താദിനെ പഠിച്ചു, പക്ഷേ ഉസ്താദിനെ ജീവിതത്തിൽ ഒരിക്കലും മാനിക്കാതെ പോയാൽ ഉസ്താദിനെ മാനിക്കാത്തവന്റെ ഒന്നാമത്തെ നേതാവ് ഇബ്ലീസാണ്. അല്ലാഹു കാക്കട്ടെ. ഉസ്താദിനെ മാനിക്കാത്ത ഒന്നാമത്തെ ആൾ ഇബ്ലീസാണ് അല്ലേ? കാരണം സയ്യിദുനാ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആദം നബി അലൈഹിസ്സലാമിനോട് ആവശ്യപ്പെട്ടത് മലക്കുകൾക്ക് ഉസ്താദാകാനാണ്. യാ ആദമു അംബിഉഹും ബിഅസ്മാഇഹിം, ഏ ആദമേ ഇവർക്കെല്ലാം ഈ ജ്ഞാനം അങ്ങ് പഠിപ്പിച്ചു കൊടുക്കണമെന്ന് ആവശ്യപ്പെടുമ്പോ ഫലമ്മാംബഅഹും, അങ്ങനെയെല്ലാം പഠിപ്പിച്ചു തീരുമ്പോ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മലക്കുകളോട് ആവശ്യപ്പെട്ടു.
ആവശ്യപ്പെടുന്നു, ഉസ്ജുദൂ ലി ആദം, ആദമിന് സുജൂദ് ചെയ്യണം. അത് കേൾക്കുമ്പോ മലക്കുകൾ പറഞ്ഞില്ല, ഞങ്ങൾ നേരത്തെ ചില സംശയങ്ങൾ പ്രകടിപ്പിച്ചവരാണ്, അതുകൊണ്ട് ഞങ്ങളൊരു മുശാവറക്ക് ഒരു കൂട്ടായിരുന്നെന്ന് ആലോചിച്ചിട്ട് ഞങ്ങൾക്ക് പറ്റിയാൽ നിങ്ങളുടെ മുമ്പിൽ ഒരു വാദത്തിന് വേണ്ടി ഒരു വക്കീലിനെയും കൂടി കൊണ്ടുവരാം. അങ്ങനെ ഒരു വക്കീലിന്റെ അധ്യക്ഷതയിൽ കൂടിയ ഒരു മുശാവറയിൽ ഞങ്ങൾ എന്താ തീരുമാനിക്കേണ്ടതെന്ന് ആദ്യം തീരുമാനിച്ചോട്ടെ, എന്നിട്ട് പടച്ചോനെ നിന്നോട് വിവരം പറഞ്ഞു തരാമെന്ന് പറയുകയല്ല ചെയ്തത്. മലക്കുകൾ പിന്നെ ചെയ്തതെന്താണ്? അവരെന്നെ സുജൂദ് ചെയ്തു. കൂട്ടത്തിൽ ഒരുത്തം പറഞ്ഞു, തൽക്കാലം ഞാനൊന്ന് പോയിട്ട് ഏതെങ്കിലും ഒരു വക്കീലിനെ കാണട്ടെ, ഇമാതിരി ഉസ്താദുമാരെന്ന് അംഗീകരിക്കാൻ എനിക്ക് വയ്യാതെ. അങ്ങനെ പോയ ആളെയാണ് അല്ലാഹു പറഞ്ഞു, ഇല്ല ഇബ്ലീസ് ഒഴിച്ച് പറ്റില്ലെന്ന് പറഞ്ഞു. അവൻ പറ്റില്ലെന്ന് തന്നെ പറഞ്ഞു. അവൻ കുഴപ്പക്കാരുടെ കൂട്ടത്തിൽപ്പെട്ടു. വസ്തക്ബറ, അവൻ കിബ്റ് കാട്ടി. 3 ദോഷങ്ങളാണ് അല്ലാഹു പറഞ്ഞത്. ഒന്ന്, അവൻ മഹാനായ ഗുരുനാഥനെ അനാദരിച്ചു. അവൻ കിബ്റുള്ളവനായി മാറി. അവൻ കുഴപ്പത്തിന്റെ മുഴുവനും ഉസ്താദായി മാറി. കുഴപ്പത്തിന് മുഴുവൻ ഉസ്താദായി. ഇബ്ലീസ് എന്ന് കേട്ടാൽ നമ്മൾ എന്താ പറയാ? ലഅനത്തുല്ലാഹി അലൈഹി. എന്താ കാര്യം? ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ മാനിച്ചില്ല. അല്ലാത്ത എന്തെങ്കിലും തെറ്റ് ഈ പറയപ്പെടുന്ന ഇബ്ലീസിന്റെ മേൽ ആരോപിക്കാൻ നിങ്ങൾക്ക് സാധ്യമാണോ? ഇബ്ലീസ് അല്ലാഹുവിനെ പേടിച്ചില്ല എന്നൊരു FIR കൊടുക്കാൻ പറ്റുമോ? ഇബ്ലീസ് അല്ലാഹുവിനെ പേടിച്ചു എന്നാണ് പരിശുദ്ധ ഖുർആൻ. ഇബ്ലീസ് അല്ലാഹുവിനെ ഭയന്നു. പക്ഷേ ഇബ്ലീസ് ആദരിക്കേണ്ടയാളെ ആദരിച്ചില്ല. മുൻഗാമിയെ സ്നേഹിക്കണമെന്ന് നാം പറയുമ്പോ ആദരവാണ് പ്രധാനം. ആരാധനയോടൊപ്പം നിൽക്കുന്നതാണ് ആദരം. അള്ളാഹുവിനെ ആരാധിക്കുന്ന കാര്യത്തിലല്ല ഇബ്ലീസ് തെറ്റിയത്, മറിച്ച് അള്ളാഹു ആദരിക്കാൻ പറഞ്ഞ ആദമിനെ ആദരിക്കുന്ന കാര്യത്തിലാണ് തെറ്റിയത്. അല്ലെങ്കിൽ ഇബ്ലീസിന് എന്താ ദോഷം? നോക്കൂ നിങ്ങൾ, ഇബ്ലീസിനെ കുറിച്ച് അല്ലാഹു മറ്റൊരു ഉദാഹരണം പറയുന്നത് കാണാം. കമസലി ശൈത്താൻ ഇദ് ഖാല ലിൽ ഇൻസാനി യുക്ഫുർ ഫലമ്മാ കഫറ ഖാല ഇന്നി ബരീഉം മിൻക ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ. അപ്പോൾ ശൈത്താൻ എന്തോരം അല്ലാഹുവിനെ പേടിക്കുന്നുണ്ട്. കമസലി ശൈത്താൻ, പിശാചിന്റെ ഉദാഹരണം പോലെ അവൻ മനുഷ്യനോട് പറയും, നീ മോശമാകണം, നീ സത്യനിഷേധിയാകണം, നീ കാഫിറാകണം. അങ്ങനെ അവൻ കാഫിറായി മാറിയാൽ അപ്പോ ഇബ്ലീസ് എങ്ങനെ പറയും? ഇനി ബരിഉം മിൻക, ഞാൻ ഇപ്പൊ മുതൽ നിന്റെ ഫ്രണ്ട്ഷിപ്പ് ഒഴിവാക്കി, ഞാൻ അൺഫ്രണ്ട് ചെയ്തു. എന്താ കാര്യം? അൺഫ്രണ്ട് ചെയ്യാൻ കാരണം ഇനി അഖാഫുല്ലാഹ്, ഞാൻ അല്ലാഹുവിനെ പേടിക്കുന്നു. ഞാൻ പടച്ചവനെ പേടിക്കുന്നു. നിന്റെ മേലെങ്ങാനും അല്ലാഹുവിന്റെ അദാബ് വരുമോ എന്ന് ഞാൻ ഭയക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇതാ പോവുകയാണെന്ന് പറഞ്ഞു ഇബ്ലീസ് രക്ഷപ്പെടുമെന്ന് പരിശുദ്ധ ഖുർആൻ. ഇതേ രീതിയിൽ തന്നെ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട്. ബദരീങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുമ്പോ ഖുറൈശികൾക്ക് ധൈര്യം നൽകാൻ വേണ്ടി സുറാഖത്ത് ഇബ്നു മാലിക്കിന്റെ വേഷത്തിൽ ഇബ്ലീസ് ചെന്നു. ഇബ്ലീസ് ഖുറൈശി നേതാവിന്റെ കൈ പിടിച്ചു നിൽക്കുമ്പോ ബദരീങ്ങളുടെ സൈഡിലെ മലയിൽ മഹാന്മാരായ മലക്കുകൾ ഇറങ്ങുന്നത് കണ്ടു. അപ്പോ കൈ ഇങ്ങനെ ചുരുട്ടി ഇങ്ങനെ ഖുറൈശി നേതാവിന്റെ കൂടെ ഇങ്ങനെ പിടിച്ചു വലിയ സൗഹൃദം പങ്കിടുമ്പോഴാണ് മലക്കുകൾ ഇറങ്ങുന്നത് കണ്ടത്. അപ്പൊ പറഞ്ഞു ഇന്നി ബരീഉം മിൻകും, ഞാൻ പോട്ടെട്ടോ. അപ്പൊ ഇയാൾ വല്ലാതെ പിടിച്ചപ്പോ പറഞ്ഞു ഇന്നി അറാമാലാ തറൂൻ, നിങ്ങൾ കാണാത്ത ചില സംഭവങ്ങൾ ഞാൻ കാണുന്നുണ്ടോ. ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ, എനിക്ക് പടച്ചവനെ പേടിയാണ്. വിട്ടു ഇബ്ലീസ്. അപ്പൊ ഇബ്ലീസിന് അല്ലാഹുവിനെ പേടിയുണ്ട്. ഇബ്ലീസ് ഖായിഫാണ്. ഇബ്ലീസ് അല്ലാഹുവിനെ ആരാധിക്കുന്നതിൽ നിന്നൊരിക്കലും മാറിയിട്ടില്ല. പക്ഷേ ഇബ്ലീസ് അല്ലാഹുവിന്റെ പരിശുദ്ധനായ ഒരു മഹാപ്രവാചകന്റെ, ആ ഗുരുവര്യന്റെ ആദരത്തിന്റെ മുമ്പിൽ വിസമ്മതം പ്രകടിപ്പിച്ചപ്പോ പടച്ചറബ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, എന്തേ അങ്ങനെ ചെയ്യാൻ കാരണം? ഒരു കുറ്റപത്രമാണല്ലോ, എന്തേ അങ്ങനെ ചെയ്യാൻ കാരണം? അപ്പൊ ഇബ്ലീസ് വീണ്ടും പറഞ്ഞു ഖലഖ്തനീ മിൻ നാർ വഖലഖ്തഹു മിൻ തീൻ. ഉസ്താദിന് എന്റെ അത്ര ബാങ്ക് ബാലൻസ് ഇല്ല. ഖലഖ്തനീ മിൻ നാർ, നീ എന്നെ സൃഷ്ടിച്ചത്
അഗ്നി കൊണ്ടാണ്, അതേസമയം അവനെ നീ സൃഷ്ടിച്ചത് മിൻ തീൻ, മണ്ണുകൊണ്ടാണ്. മിൻ തീൻ എന്നൊന്നും പറഞ്ഞാൽ പോരാ, കുറച്ചുകൂടി പറഞ്ഞാൽ മിൻ സൽസാൽ എന്നാണ് ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞത്. സൽസാൽ എന്ന് പറയുന്നതിന്റെ വ്യാഖ്യാനം പരതിയാൽ നമുക്ക് കാണാനാകും. കുഴഞ്ഞിട്ട് പരുവമായി നിൽക്കുന്ന മണ്ണിന് ചീന ഒരു ഇറച്ചിത്തുണ്ടിന്റെ മണം വരുന്ന വിധം അത്തരത്തിൽ കുഴക്കപ്പെട്ട മണ്ണിനാണ് സൽസാൽ എന്ന് പറയാം. അങ്ങനെ എന്നിട്ട് ഉണക്കിയെടുക്കുമ്പോഴാണ് മുട്ടയൊക്കെ കേൾക്കുന്നത് എന്ന് പറഞ്ഞില്ലേ, അമ്മാതിരി ആ സാധനത്തിൽ നിന്നാണ് മനുഷ്യ സൃഷ്ടി. അത്തരം ചീഞ്ഞളിഞ്ഞ ദുർഗന്ധം വമിക്കുന്ന ഒരു മനുഷ്യന്റെ മുമ്പിൽ ഞാൻ എങ്ങനെ സുജൂദ് ചെയ്യുമെന്ന ചോദ്യം നോക്കണം നിങ്ങൾ. അതായത് ഉസ്താദിന്റെ ജീവിത പ്രകാശത്തിലേക്ക് നോക്കി ആ ഉസ്താദിനെ അങ്ങനെ അനുസരിക്കാനും ആദരിക്കാനുമല്ല ഇബ്ലീസ് നോക്കിയത്, മറിച്ച് അങ്ങോട്ട് നോക്കി ഉസ്താദിന്റെ വലിപ്പത്തിന്റെ ഭൗതികത നോക്കി. നമ്മൾ ചിലർ നോക്കുന്നത് അങ്ങോട്ട് തന്നെയാണ്. ഉസ്താദ് കന്യത്ത് ഉസ്താദാണോ? എന്താ ഉള്ളത്? ഒന്നുമില്ല. കാറുണ്ടോ? ഇല്ല. കാറില്ലെന്നല്ലോ. ആ മഹാമനുഷ്യന്റെ വീട്ടിലേക്ക് കാറ് പോകാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ടാണ് ആ നാട്ടിലെ ക്ഷേത്ര ഭാരവാഹികൾ ഒരു കാര്യവും കൂടി തീരുമാനിച്ചു, കന്യത്ത് ഉസ്താദിന്റെ വീട്ടിലേക്ക് പോകാൻ കാറിന് ആവശ്യമാകുന്ന സൗകര്യമൊരുക്കാൻ നമ്മുടെ ക്ഷേത്രത്തിന്റെ ചുറ്റുമതിലൊന്ന് അല്പം പൊളിച്ചു കൊടുത്തിട്ട് വീതി കൂട്ടിക്കൊടുക്കണമെന്ന് തീരുമാനിച്ചു. ആ മഹാനുഭാവൻ നോക്കൂ നിങ്ങൾ. ഇബ്ലീസ് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പിൽ വെച്ച ഈ ഒരൊറ്റ പരാതിക്ക് പടച്ചറപ്പ് നൽകിയ മറുപടി ഇതാണ്, ഫഖ്റുജ് മിൻഹാ ഫഇന്നക റജീം. കടക്കടാ പുറത്ത്. നിന്റെ സസ്പെൻഷൻ ഓർഡറല്ല, ഇത് ഡിസ്മിസൽ ഓർഡറാണ്. പിടിച്ചോ, നീ പൊക്കോ എന്ന് പറഞ്ഞ് പടച്ചറപ്പ് പുറത്താക്കി. അനാദരവിന് അല്ല ചെയ്തത്, സസ്പെൻഷൻ അല്ല. സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ 6 മാസത്തെ കാലയളവുണ്ട് അല്ലേ? അത് ഡിസ്മിസലോ? അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കുമാറാൻ.